സംഭവത്തിന് അത്രേ ഉള്ളൂ. പീറ്റർ ഹെയിന്റെ ടാഗൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു റിവെഞ്ച് ഡ്രാമ അത്രേ ഉള്ളൂ. ഒരു ഡീസന്റ് വാച്ച് അത്ര. അതിന്റെ സീക്വൻസ് ഒക്കെ നല്ലതായിരുന്നു. അതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പ്രതീക്ഷിക്കാം. അത്രയ്ക്ക് ഇല്ലെങ്കിലും നമുക്ക് വൺ ടൈം വാച്ചാണ്. കൊള്ളാം, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. സമയം സാധാരണക്കാർക്കൊക്കെ നല്ലൊരു മൂവിയായിരുന്നു. നല്ലപോലെ ഇഷ്ടപ്പെട്ടു. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ അഭിനയം നല്ലതായിരുന്നു. അതുപോലെ മറ്റ് അഭിനേതാക്കളിൽ നിന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതേപോലെ തന്നെ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം ഈ സിനിമ നൽകുന്നുണ്ട്. സ്കൂളുകളിലെയും കോളേജിലെയും പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു സിനിമ വന്ന് കാണുമ്പോൾ അവർക്ക് ആ ഒരു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം നല്ലതായിരിക്കും. നല്ലൊരു സ്റ്റണ്ട് സീനായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു അമ്പയത്തും പെൺകുട്ടികളുടെ ഒരു സ്റ്റണ്ടും ആക്ഷനും ഒക്കെ നല്ലതായിരുന്നു. ആക്ഷൻ പടം നല്ല 101 സോറട്ടെ കൊള്ളാം, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം, കുഴപ്പമില്ല, നല്ല മൂവി. ഐഡി മൊത്തം ഐഡി തന്നെ. സ്കൂൾ ടൈമിലെ പയ്യന്റെ ഐഡി എന്റർടൈൻമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മേക്കിംഗ് എല്ലാം അസാധ്യമായിട്ട് ഉണ്ട്. നല്ല രീതിയിലുണ്ട്. കുഴപ്പമില്ലാത്തൊരു പടമുണ്ട്. അല്ല, ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ആക്ഷൻ എന്നല്ല, എങ്കിലും എടുത്ത് നമുക്ക് എന്തായാലും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സിനിമ തന്നെയാണ്. എന്തായാലും ലാഗവും മുഷിച്ചിലൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. ആക്ഷനും കോമഡി ഫൺ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അഭിനയം നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. എന്റെ എങ്ങനെ കൊണ്ട് നിർത്തുന്നു. പക്ഷെ രണ്ടാമത്തെ ഇതുണ്ട്. സൂപ്പർ മൂവി, ഒന്നും പറയാനില്ല. വീഡിയോഗ്രാഫി ആണെങ്കിലും എല്ലാം സൂപ്പർ മൂവി, അടിപൊളി മൂവി, എല്ലാം സൂപ്പർ. നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം, ആരും മോശം പറയില്ല, കൺഫേം. പക്ഷെ മൊത്തം പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ആ സിനിമയുടെ ഈ ഒരു ടൈറ്റിൽ ഭയങ്കര ഒരു വിനയാവും തോന്നുന്നു. കാരണം ഇടിയൻ ചന്തു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇടിയുടെ പഞ്ചൊന്നും ഇല്ല. പീറ്റർ ഹെയിനാണ് ആക്ഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ഫൈറ്റാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ എന്താ പറയുക, അങ്ങോട്ടൊരു സെക്കൻഡ് ഹാഫ് കുറേ പ്രശ്നമുള്ളതായിട്ട് തോന്നി. ഇവര് ടൈലൻഡിലായാലും ഒരു സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ അങ്ങോട്ട് എന്താ പറയുക, ആദ്യമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായി വരും എന്ന് വിചാരിച്ചു. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ഉള്ള ഒരു ഇമോഷനൊക്കെ ഉണ്ട്. ഈ ഇടിയൻ ചന്തു ആ ടൈറ്റിൽ എഴുതി കാണിച്ചിട്ട് എന്തുകൊണ്ട് ആ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കുട്ടിക്കാലമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കൊള്ളായിരുന്നു. തരക്കേടില്ലായിരുന്നു. ലാലു അലക്സ്, ബിജു സോബാന അങ്ങനെയൊക്കെ. പക്ഷെ ഈ ഒരു ടൈറ്റിൽ പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കും. അവർ ഭയങ്കര ഇടിയൊക്കെ പ്രതീക്ഷിച്ച് വരും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം RDX ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഒന്നാമത് ഇവർ അങ്ങനെയാണ് പ്രൊമോ ഒക്കെ ചെയ്തത്. പക്ഷെ ഇന്നലെ ഇറങ്ങിയ ട്രെയിലറിൽ അവർ സിനിമയുടെ ഒരു സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് സിനിമ. വലിയ സംഭവമൊന്നുമില്ല, ഒരു ബിലോ ആവറേജ് പടമാണ്. 2 മണിക്കൂർ 5 മിനിറ്റോളമാണ് ഡ്യൂറേഷൻ. നമുക്ക് നല്ല എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാം. അതായത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ മേക്കിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഓവറോൾ കുഴപ്പമില്ല. പിന്നെ ഫൈറ്റ് സീക്വൻസുകളെല്ലാം കൊള്ളാം. പീറ്റർ ഹെയിന്റെ വർക്ക് നൈസായിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലോട്ട് പോകുമ്പോൾ ഒരു ഫൈറ്റ് ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. ഒരു 10-15 മിനിറ്റോളം ക്ലൈമാക്സ് സീക്വൻസ് അടിപൊളിയാണ്. അതായത് നമ്മുടെ നാടൻ തല്ല്, മാർഷ്യൽ ആർട്സ് ഫൈറ്റ്, അങ്ങനെ ഡിഫറന്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. നമ്മൾ ഓവർ ലോജിക്കും കാര്യങ്ങളും ചിന്തിക്കാതെ. പിന്നെന്താണ്, ഈ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചന്തുവിന്റെ ലൈഫിൽ, ചന്തു സ്കൂൾ സ്റ്റുഡന്റ് ആണ്. പുള്ളിയുടെ ലൈഫിൽ എന്താ പറയുക, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവങ്ങളും പുള്ളി അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള സീക്വൻസ് ആണ് സംഭവങ്ങൾ പറയുന്നത് പടത്തിൽ. ഓവറോൾ കുഴപ്പമില്ല, കണ്ടിരിക്കും. നമുക്ക് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് വളരെ കൺവിൻസിങ് ആയിട്ടാണ് ഈ പടം വന്നിരിക്കുന്നത്. ഞാൻ വെച്ച് ഇന്നത്തെ ആ സിനിമ പ്രൊമോഷനിൽ അവർ പറഞ്ഞു ഇടിയനായ അച്ഛൻ്റെ ഇടിയനായ മകനെ കഥ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ടായി ഇന്റർവ്യൂസിലൊക്കെ. അത് തന്നെയാണ്. അപ്പം ഈ അച്ഛനെ പോലെ ഈ മകനാവോ ഇല്ലയോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കിത് കണ്ടപ്പം ത്രൂ ഔട്ട് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, വളരെ നമ്മുടെ സൊസൈറ്റി നടക്കുന്ന ചില സോഷ്യൽ ഇഷ്യൂസും കൂടി ഈ ഫിലിമിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടിടത്തോളം ചിലപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ കാണാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് 10 മിനിറ്റ് ഒരു ഫൈറ്റ് ഉണ്ട്. ക്രൗഡായിട്ടുള്ള ഒരു ഫൈറ്റാണ്. അത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ സലീം കുമാറുണ്ട്. സലീം കുമാറിന് ഒരു കുറച്ച് സമയമേ ഉള്ളൂ. പിന്നെ അതിൽ സലീം കുമാറിൻ്റെ മകനുണ്ട് ചന്തു. പക്ഷേ പുള്ളി നെഗറ്റീവ് റോളാണ് ചെയ്തിട്ടുള്ളത്. ചന്തു നെഗറ്റീവ് റോള് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വെച്ചൊക്കെ ഒരു തമിഴാണ് പുള്ളി ഡയലോഗ് കംപ്ലീറ്റാണ് പറയുന്നത്. പക്ഷേ പുള്ളി ഇടയ്ക്ക് ഒരു കോമഡി ആയിട്ടും കൂടെ വരുന്നുണ്ട്. പക്ഷേ നെഗറ്റീവ് റോൾ അത്യാവശ്യം കുഴപ്പമില്ല പുള്ളിക്ക് ചെയ്ത് വന്നിട്ടുണ്ടെന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് കാണുമ്പോൾ നമുക്കൊരു കോമഡി ആയിട്ട് തോന്നും. എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. ആവറേജ് ഒരു മൂവി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നല്ല രസമാണ്. പ്രത്യേകിച്ച് നല്ല സ്റ്റണ്ട്, ഇടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഇടി എന്ന് പറഞ്ഞ പുലിപുലിലെ ആക്ഷൻ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ, ഭയങ്കര പഞ്ചോടുകൂടി നല്ല രസമുണ്ട്. അതേപോലെ കഥയും തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സാധാരണ നടന്നു വരുന്ന സംഭവങ്ങളൊക്കെ തന്നെ നല്ലതായിട്ട് വെച്ചാൽ
അതേപോലെ അതിനേക്കാൾ എനിക്ക് കൂടുതലായിട്ട് ആകർഷിച്ച ഒരു കാര്യം, നല്ലൊരു സന്ദേശം കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ലഹരി മരുന്നിനൊക്കെ എതിരായിട്ട് ഒരു സന്ദേശം, കുട്ടികൾ ഒരുമിച്ച് നിന്ന് അതിനെ പോരാടണം, ഒരുമിച്ച് നിന്നാൽ നമുക്ക് അതിനെ നേരിടാം എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി അത് തരുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മെയിൻ നടനായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെയൊക്കെ നല്ല അഭിനയം, നല്ല രസം. നല്ലൊരു സന്ദേശമുണ്ട്. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ തന്നെ കുട്ടികളെല്ലാവരും കൂടെ, നമുക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങാനായിട്ട് മടിയായിരിക്കുമല്ലോ, ഓരോ പേരൻസും വിചാരിക്കും എൻ്റെ മക്കൾക്ക് അടി കിട്ടരുത് ഇതെന്നൊക്കെ വിചാരിക്കുന്നവർ ആണല്ലോ. അങ്ങനെ വരുമ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് നന്നായിട്ട് തൂത്തെറിയാൻ പറ്റുമെന്നുള്ള ഒരു നല്ല സന്ദേശം അതിലുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഭയങ്കര രസമായിരുന്നു. ഒരു മിനിറ്റ് പോലും ലാഗ് ചെയ്തില്ല. നമുക്കങ്ങനെ ലാഗ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള നല്ലൊരു സിനിമയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. സസ്പെൻസും ആക്ഷനും അത്യാവശ്യം കോമഡിയും ഒക്കെയുള്ള നല്ലൊരു സിനിമയാണ്. ഒരു സെക്കൻഡ് പോലും ലാഗില്ല. ത്രൂ ഔട്ട് ദ മൂവി നമ്മൾ ഇങ്ങനെ വളരെ ഒറ്റ ഇതിൽ കണ്ടിരിക്കാം. പിന്നെ പീറ്റർ ഹെയ്നാണ് അതിൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ. അതിൻ്റെതായ കാണാനുണ്ട്. നല്ല ഫൈറ്റ് സീൻസാണ്. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇറ്റ്സ് വെരി ഗുഡ് അപ്കമിങ് ആക്ടർ ഐ ഷുഡ് സേ. നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്. ഇറ്റ്സ് എ ഗുഡ് മൂവി.